എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരായിരിക്കും കാണിക്കുക. ആ വില്ലന്മാർ കൊടുത്ത 3 മണിക്കൂർ അത് മാത്രമാണ് ഇപ്പോ അവരുടെ മുൻപിലുള്ളത്. അവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിസ്സഹായരായിട്ട് നിൽക്കും. ഇവിടെ ജയന്റ് ജയാൻ ആണെങ്കിൽ ചിന്ന ജയാനോട് പറയും, നമ്മളിപ്പോ കാണിക്കുന്നത് ശരിക്കും മണ്ടത്തരമാണ്. അവൻ വരുന്നതിന് മുൻപിൽ ഇവരുടെ 3 പേരുടെയും കഥ കഴിക്കണം. അതിനാൽ ചിന്ന ജയാൻ പറയും, നമ്മുടെ ഫ്രണ്ടിനെ കൊന്നത് അത് ആ കാക്കറോട്ടാണ്. അവൻ ഒരു ജയാനാണെന്നുള്ള കാര്യം നീ മറന്നുപോയോ? അവൻ ആരാണ് എന്താണെന്ന് എനിക്കൊന്ന് കാണണം. മാത്രമല്ല, നമ്മുടെ ഫ്രണ്ടിനെ കൊന്നതിന് പകരമായി അവന്റെ ഈ 3 ഫ്രണ്ട്സിനെയും അവന്റെ കൺമുമ്പിൽ വെച്ച് നമ്മൾ കൊല്ലണം. അതാണ് നമ്മൾ അവന് കൊടുക്കുന്ന ശിക്ഷ. അത് കേൾക്കുമ്പോൾ ഇപ്പൊ ആ ജയന്റ് ജയന് ഭയങ്കര സന്തോഷാവും. ചിന്ന ജയാനാണെങ്കിൽ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കും. അവൻ വരുന്ന ആ 3 മണിക്കൂർ അതിനുള്ളിൽ നമുക്ക് ആ പിക്കറുടെ ഉള്ളിൽ നിന്ന് ഡ്രാഗൺ ബോൾസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് മനസ്സിലാക്കണം. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇവിടെ മൊട്ടപ്പനെ കാണിക്കും. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പോൾ അവരോട് 2 പേരോട് പറയും, നമുക്ക് ഈ സയൻസിനെ തോൽപ്പിക്കാൻ പറ്റില്ല. ഓൾറെഡി നമ്മുടെ ടീമിലുണ്ടായിരുന്ന 3 പേര് ഇപ്പം മരിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ജീവനെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാം. എത്രയും വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. അതിന് പിക്കലോ പറയും, നമ്മൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർ തീർച്ചയായിട്ടും ഈ ഭൂമിയെ ടേക്ക് ഓവർ ചെയ്യും, നമ്മളെ ഇല്ലാതാക്കും. പക്ഷേ നമുക്കിപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഉടനെ മൊട്ടപ്പനാണെങ്കിൽ കാര്യമായിട്ട് ചിന്തിച്ച് 3 മണിക്കൂറിനുള്ളിൽ ഗോക്കു ഇവിടേക്ക് വരുമോ? അതിന് പിക്കലോ പറയും, അതെനിക്കറിയില്ല. പക്ഷേ ആ 3 മണിക്കൂറിനുള്ളിൽ അവരെ തടയാനുള്ള എന്തെങ്കിലും വഴി നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. എന്തെങ്കിലും ചിന്തിച്ച് കണ്ടുപിടിക്കേ. ഇവിടെ ഗൊഹാനാണെങ്കിൽ പിക്കലോട് പറയും, ഐ എം സോറി, എനിക്ക് വലിയ തെറ്റുപറ്റി. നല്ല ചാൻസ് ഞാൻ ഇല്ലാതാക്കി. മാസ്റ്റർ പിക്കലോ, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും പോലെ ഇനി ഞാൻ ചെയ്യാം. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അതിന് കൺട്രോൾ പോയ പിക്കലോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് ഞാൻ ഇനി ഒരു ട്രെയിനിങ് തരില്ല, മാത്രമല്ല ഇൻസ്ട്രക്ഷനും തരില്ല. കാരണം നീ ഒരു കാര്യം പോലും പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. ഒരു വിഡ്ഢിയെ പോലെ നീ പേടിച്ചു വന്നു. സോ എന്റെ മുൻപിൽ നിന്ന് നീ കടന്നു പോ. അത് കേട്ട് ഗൊഹാനാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ അങ്ങനെ കടന്നു പോവാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗൊഹാനെ വിളിക്കും. പക്ഷെ അവനാണെങ്കിൽ അപമാന ഭാരം അത് താങ്ങി നടന്നു പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു അവനാണെങ്കിൽ ഒരുപാട് സ്പീഡിൽ ആ ജയാൻസിനെ നേരിടാനും കൂട്ടുകാരെ പ്രൊട്ടക്ട് ചെയ്യാനും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗൊഹാനാണെങ്കിൽ നടന്നു പോകുന്നത് കണ്ട ആ ഒരു ജയന്റ് ജയാൻ അവനാണെങ്കിൽ ഇപ്പൊ ഒരു പവർ ഉപയോഗിച്ച് അവൻ അറ്റാക്ക് ചെയ്യും. നീ എവിടെ പോകുന്നു? അവിടെ ഗെയിംസ് അത് ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. അതിന് ഗൊഹാനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഓ നോ, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ്. ഇവിടെ ജയന്റ് ആണെങ്കിൽ ചിന്ന ജയനോട് പറയും, എനിക്കിങ്ങനെ വെറുതെ നിന്നിട്ട് ബോറടിക്കുന്നു, എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ തോന്നുകയാണ്. അതിന് ചിന്ന ജയനാണെങ്കിൽ ഓക്കെ പറയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും മീഡിയാസ്. അവരാണെങ്കിൽ പാറകളുടെ ഇടയിലായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ലോകത്തെ അറിയിക്കുകയാണ്. അടുത്ത നിമിഷം ആ ജയന്റ് ജയാൻ അവർക്ക് നേരെ പാഞ്ഞടുക്കും. മീഡിയാസ് ആണെങ്കിൽ അതുകൊണ്ട് അവരുടെ വാഹനം അത് അവിടുന്ന് വളരെ സ്പീഡിൽ മുൻപോട്ടേക്ക് കൊണ്ടുപോകും. പക്ഷെ അടുത്ത നിമിഷം അവൻ അറ്റാക്ക് ചെയ്യുകയാണ്. വാഹനമാണെങ്കിൽ കൺട്രോൾ പോയി താഴേക്ക് വീഴും. ഉണ്ടായിരുന്ന ജനങ്ങളാണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അതേസമയം അവൻ അവന്റെ പവർ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യും. കട്ട് ചെയ്ത ഗോക്കുവിനെ കാണിക്കും. അവനാണെങ്കിൽ ഉഷാറായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ അവൻ ആ എൻ പോയിന്റിൽ എത്താനായിട്ട് കഴിഞ്ഞില്ല. കിങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും. ഓന്നോ ഗോക്കു, ഞാൻ ഇത്രയും ട്രെയിനിങ്ങും പവറൊക്കെ കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് അവനെ കൊണ്ട് അവിടെ എത്താൻ കഴിയാത്തതെന്ന് ചിന്തിച്ച് ആൾ ടെൻസ്ഡ് ആവും. അതേസമയം ഇവിടെ ടീമിനാണെങ്കിൽ ഇപ്പൊ ടി-വിയിൽ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ആ മീഡിയ എല്ലാം തന്നെ അവൻ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ ഹാർട്ട് ബീറ്റ് കൂടെ കൂടെ എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയാതെ പേടിച്ച് നിൽക്കും. അതേസമയം ഇവിടെ ആ ഒരു ചിന്ന ജയാനാണെങ്കിൽ സമയം കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾക്ക് തന്ന 3 മണിക്കൂർ അത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ കാക്കറോട്ട് അവൻ എത്തിയിട്ടില്ല. മൊട്ടപ്പനാണെങ്കിൽ ചത്താ മതിയെന്നാവും. ആ ജയന്റ് ജയാനാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ അവന്റെ ആ ഒരു ബലിഷ്ഠമായിട്ടുള്ള ഉടുപ്പുകളൊക്കെ അങ്ങനെ ഒരു താഴേക്കിടും. കലോ മൊട്ടപ്പനോട് പറയും, നമ്മൾ ഭയന്നോടിയിട്ട് യാതൊരു കാര്യവുമില്ല, എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് ചെയ്യണം. മൊട്ടപ്പ, നീ മുൻപോട്ടേക്ക് പോയി അവൻ എങ്ങനെയെങ്കിലും എന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ തടയണം. ആ ഗ്യാപ്പിൽ ഞാൻ അവന്റെ വാൽ പിടിച്ചു വലിക്കും. അവന്റെ വാൽ പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ ശക്തി അത് ക്ഷയിക്കും. ആ സമയം ഗൊഹാൻ, നീ നിന്റെ അൾട്ടിമേറ്റ് പവർ ഉപയോഗിച്ച് അവനെ തകർത്ത് കളയണം. ഇത് നിനക്ക് കിട്ടുന്ന അവസാനത്തെ ചാൻസ് ആണ്. അതിന് ഗൊഹാൻ തീർത്തു പറയും, ഇത്തവണ ഞാൻ പേടിക്കില്ല. ഒരു കുട്ടികളെ പോലെ ചിന്തിക്കാതെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കും. മാത്രമല്ല, ഈ ലോകം ഇപ്പോൾ നമ്മുടെ കയ്യിലാണെന്ന് എനിക്കറിയാം. നമ്മൾ വിചാരിച്ചാൽ മാത്രമേ ഈ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂ. നമ്മുടെ ആൾക്കാർ 3 പേരും തയ്യാറായി കഴിഞ്ഞു. അതേസമയം ഗോക്കു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ഇപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് വരും. കാമയാണെങ്കിൽ കൈ നീട്ടും. ഗോക്കു എത്രയും വേഗം എന്നെ ടച്ച് ചെയ്യും. ഗോക്കു ആണെങ്കിൽ ടച്ച് ചെയ്യേണ്ട താമസം ഇപ്പോ നോർമൽ വേൾഡിലേക്ക് പോവാണ്. കാലിനാണെങ്കിൽ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവില്ല. ഗോക്കു ആണെങ്കിൽ കാമയോട് പറഞ്ഞ് ഇപ്പൊ താഴേക്ക് എടുത്ത് ചാടുകയാണ്. ആ സമയത്ത് ക്യാറ്റ് ആണെങ്കിൽ 2 സീഡ്സ് ഇപ്പൊ ഗോക്കുവിന് ഇട്ട് കൊടുക്കും. അതിലൊരു സീഡ് അത് ഗോക്കു കഴിച്ച് അവന്റെ സ്ട്രെങ്ത് തിരികെ പിടിക്കുകയാണ്. നിംബസ് ആണെങ്കിൽ ഗോക്കു അങ്ങനെ ക്യാച്ച് ചെയ്ത് ഇപ്പൊ ഫൈറ്റർ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതേസമയം ഇവിടെ മൊട്ടപ്പൻ അവനാണെങ്കിൽ ആ ഒരു ജയന്റിനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് പാഞ്ഞു വരും. വലിയൊരു പവർ ഉപയോഗിച്ച് ഇപ്പൊ ആ ജയന്റിനെ ഡൈവേർട്ട് ചെയ്യും. ആ ഗ്യാപ്പിൽ പിക്കലോ അവനാണെങ്കിൽ ആ ജയന്റിന്റെ വാലിൽ കയറി പിടിക്കുകയാണ്.
പിക്കലോ ആണെങ്കിൽ ഗോഹാനോട് അവൻ അറ്റാക്ക് ചെയ്യാൻ പറയും. ഗോഹാൻ ആണെങ്കിൽ എല്ലാം കരുതി കൂട്ടി ഉറപ്പിച്ച് അവൻ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞു വരും. അടുത്ത നിമിഷം ആ ജയന്റ് അവൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എന്റെ കൈ ചുരുട്ടി പിക്കലോടെ തലയ്ക്കൊരു ഒറ്റ അട്ടി. അത് കണ്ട് ഇപ്പൊ ഗോഹാൻ അവൻ സഡൻ ബ്രേക്ക് ഇടും. മൊട്ടപ്പനാണെങ്കിൽ ഞെട്ടും. ഇങ്ങനെയൊരു ട്വിസ്റ്റ് അത് അവര് പ്രതീക്ഷിച്ചതല്ല. പിക്കലോ ആണെങ്കിൽ താഴേക്ക് വിടാനായിട്ട് തുടങ്ങും. അത് കണ്ട ആ ജയന്റ് സയാനാണെങ്കിൽ പിക്കലോയെ പിടിച്ച് നിർത്തുകയാണ്. നീ അത്ര വേഗം മരിക്കാനായിട്ട് പാടില്ല. ഞങ്ങൾക്ക് ഡ്രാഗൺ ബോളിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അത് നിന്നിൽ നിന്ന് കിട്ടണം. ഞങ്ങളുടെ ടീമിൽ ഏറ്റവും പവർഫുള്ളായ ആള് നീയല്ലേ, നിന്റെ പവർ പോലും വളരെ കുറവാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പിക്കലോയെ തൂക്കിയെടുത്തറിയും. ഇവിടെ നമ്മുടെ ഗോഹാൻ ആണെങ്കിൽ പിക്കലോയുടെ അടുത്തേക്ക് വന്ന് അവനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിന് ആ ഒരു ജയാൻ പറയും, നീ അവനെ എഴുന്നേൽപ്പിക്കുന്നതിന് പകരം നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഗോക്കു കോക്കറോട്ടിന്റെ മകനാണെന്ന്. സോ ജയാന്റെ ബ്ലഡ് കുറച്ച് നിന്റെ ബോഡിയിൽ ഉണ്ടാവുമല്ലോ. സോ നിന്റെ പവർ എന്താണെന്ന് എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞ് അവനെ പിടിച്ചു വലിച്ച് ആഞ്ഞടിക്കും. കിട്ടിയ ഗോഹാനാണെങ്കിൽ തെറിച്ചുപോയി ഒരു മലയിലിടിച്ച് താഴേക്ക് വീഴുകയാണ്. ഗോഹാനാണെങ്കിൽ ഫുൾ കലിപ്പില് എഴുന്നേറ്റ് നിൽക്കും. ആ ഒരു എന്റെ ജയാൻ ഇപ്പൊ ഗോഹാന്റെ നേർക്ക് ചാടി വരുന്ന അതേ നിമിഷം മൊട്ടപ്പനാണെങ്കിൽ അവനെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. അതിനുശേഷം അവന്റെ കയ്യിൽ വലിയൊരു പവർ ക്രിയേറ്റ് ചെയ്യും. നിനക്ക് ഈ പവറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ആ പവർ അങ്ങനെ വലിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ആ ചിന്ന ജയാനാണെങ്കിൽ അത് കണ്ടൊന്ന് ഞെട്ടും. മൊട്ടപ്പനാണെങ്കിൽ ആ പവർ അവന് നേരെ വലിച്ചെറിയാണ്. ഈ പവറിലൊന്നും വീണു പോകില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ ടെററായിട്ട് നിൽക്കും. ആ പവറിന്റെ ശക്തി മനസ്സിലാക്കിയ ചിന്ന ജയാൻ അവനാണെങ്കിൽ ഇപ്പോ ആ ജയന്റ് ജയാനോട് പവറിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് പറയാണ്. അവൻ ജസ്റ്റ് മിസ്സിന് ആ പവറിൽ നിന്ന് എസ്കേപ്പ് ആവും. അത് അവന്റെ മുഖത്ത് സ്ക്രാച്ച് ചെയ്ത് പുറകിലുണ്ടായിരുന്ന വലിയൊരു മല തന്നെ തകർത്ത് താഴേക്ക് ഇടുകയാണ്. പിന്നെ ജയാനാണെങ്കിൽ ടെൻസ്ഡ് ആവും. നീ എന്തായി ചെയ്യണേ, മണ്ടത്തരം കാണിക്കരുത്. ജസ്റ്റ് മിസ്സിനാണ് നിന്റെ തല അത് അരിഞ്ഞു വീഴാതിരുന്നത്. ഇവിടെ ജയന്റ് ജയാനാണെങ്കിൽ ഫുൾ കലിപ്പില് മൊട്ടപ്പനെ നോക്കും. ഇതുവരെ എന്റെ ബോഡിയിൽ ഒരാൾ പോലും അറ്റാക്ക് ചെയ്തിട്ടില്ല. നീ കാരണം ഒരു തുള്ളി ബ്ലഡ് അതെനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കയ്യിൽ വലിയൊരു പവർ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ മൊട്ടപ്പനെ ആഞ്ഞടിക്കും. ആ പവറിൽ പെട്ട് അവൻ മുകളിലേക്ക് ഫ്ലൈ ചെയ്യുമ്പോൾ അവൻ അടുത്ത അറ്റാക്കിന് തയ്യാറാവുകയാണ്. പക്ഷെ അടുത്ത നിമിഷം അപ്രതീക്ഷിതമായി ഒരു അറ്റാക്ക് അവന്റെ പുറകിൽ വന്ന് വീഴും. തിരിഞ്ഞു നോക്കും. അത് മറ്റാരുമല്ല, പിക്കലോ. പിക്കലോ പറയും, നിങ്ങൾ ജയാനായിരിക്കും, പക്ഷെ എന്റെ പവറിനെ വില കുറച്ച് കാണാനായിട്ട് പാടില്ല. അതിനാവും പറയും, അത് പറയേണ്ടത് ഞാനാണ്. എന്നെ ഇത്രയും നേരവും കൊല്ലാതെ വെച്ചത് അത് ആ ഡ്രാഗൺ ബോളിന്റെ ഡീറ്റെയിൽസ് അത് അറിയാനാണ്. സോ ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല, നിന്നെ കൊല്ലാൻ പോവുകയാണെന്ന് പറയും. പിക്കലോ ആണെങ്കിൽ ഞെട്ടും. കാരണം വലിയൊരു മാസീവ് പവർ അതിപ്പോ പിക്കലോയ്ക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് മുകളിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കി പിക്കലോ മുകളിലേക്ക് നോക്കും. അവനാണെങ്കിൽ വിളിച്ചു പറയും, അതെ അതെന്റെ പപ്പയുടെ പവറാണ്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്, എന്റെ പപ്പ ഇവിടെ എത്തും. മൊട്ടപ്പനും അത് തന്നെ പറയും, അതെ അത് ഗോക്കു തന്നെയാണ്. ഇവിടെ കിങ് ആണെങ്കിൽ ഗോക്കുവിനോട് വളരെ വേഗം അവിടേക്ക് പോകാനായിട്ട് പറയും. ഗോക്കു ആണെങ്കിൽ ഫൈറ്റ് നടക്കുന്ന ആ ഒരു സ്ഥലം തിരിച്ചറിഞ്ഞ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജയന്റ് ജയാനാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. ഇവര് ഇല്ലാത്തൊരു കാക്കറോട്ടിന്റെ പേര് പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണ്. അവന്റെ പേര് പറഞ്ഞാൽ നമ്മൾ ഇവനെ വെറുതെ വിടുമെന്നാണ് ഇവരുടെ വിചാരം. ചിന്ന ജയാനാണെങ്കിൽ ഇപ്പൊ അവന്റെ ആ ഡിവൈസ് അത് കണക്ട് ചെയ്യും. അടുത്ത നിമിഷം അവൻ ഞെട്ടുകയാണ്. ഓ നോ, അല്ല, കാക്കറോട്ട് അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പവർ നമ്മൾ കരുതിയതിനും ഒരുപാട് കൂടുതലാണ്. അവന്റെ പവർ 5000 ആണ്. അവന് ഇവരെ ഒന്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ ആപത്താണ്. സോ അവൻ ഇവിടെ എത്തുമ്പോഴേക്കും ഇവരെ ഇല്ലാതാക്കണം. ജയന്റ് ജയാനാണെങ്കിൽ അത് കേട്ട് ഡബിൾ ഷോക്ക് ആവുകയാണ്. നീ എന്തായി പറയണേ, 5000മോ? അതിന് ചിന്ന ജയൻ പറയും, അതെ എത്രയും വേഗം അവർ തകർക്ക്. ആ ഡ്രാഗൺ ബോളിനെ കുറിച്ചൊന്നും ചിന്തിച്ചു വെക്കാൻ സമയമില്ല, എത്രയും വേഗം അവനെ ഇല്ലാതാക്കണം. അതിന് ഗോഹാനാണെങ്കിൽ ഇപ്പൊ വിളിച്ചു പറയും, പിക്കലോ നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് പോണം, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പിക്കലോ നിങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് ആ ഡ്രാഗൺ ബോൾസ് ഉണ്ടാവില്ല. നഷ്ടപ്പെട്ടു പോയവരെ നമുക്ക് തിരികെ പിടിക്കാനായിട്ട് കഴിയില്ല. പിക്കലോ ആണെങ്കിൽ ദേഷ്യപ്പെടും, ഒരു കാരണവശാലും നിന്നെ ഒറ്റയ്ക്കിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. അടുത്ത നിമിഷം ആ ജയന്റ് ജയൻ അവനാണെങ്കിൽ ഗോഹാനെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞു വരും. ഇത്രയും നേരവും ഭയന്ന് നിന്ന ഗോഹാനാണെങ്കിൽ എവിടുന്നോ ഒരു ശക്തി കിട്ടി അവൻ കറങ്ങി വന്ന് ജയന്റ് ജയനെ ആഞ്ഞൊരിട്ടി. അവൻ തെറിച്ചുപോയി ഒരു പാറക്കിടയിലേക്ക് ഇടിച്ച് വീഴുകയാണ്. ഒരുപാട് പരിക്കുകൾ പറ്റി അവനാണെങ്കിൽ ഇപ്പൊ വീണ്ടും ഗോഹാന്റെ അടുത്തേക്ക് വരും. ഭീഷ്യം കൊണ്ട് കണ്ണു മങ്ങി അവനാണെങ്കിൽ ഇപ്പൊ വലിയൊരു പവർ ഗോഹാന് നേരെ ആഞ്ഞടിപ്പിക്കുകയാണ്. അത് കണ്ട പിക്കലോ ഇപ്പൊ തടയാനായി അവന്റെ മുൻപിലേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.